സ്വകാര്യവൽക്കരണത്തിന്റെ സൂചന നൽകി UDF സർക്കാർ. ഉത്സവകാല സീസണുകളിൽ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നീക്കം. നോൺ AC വിഭാഗത്തിൽ 600 ബസ്സുകൾക്കും AC സീറ്റർ സ്ലീപ്പർ വിഭാഗത്തിൽ 63 ബസ്സുകൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ബസ്സുകളുടെ ക്ഷാമം ഉന്നയിച്ച സുഹൃത്തുക്കളെ, അധികം അലറി വിളിക്കുന്നൊന്നുമില്ല, ഉള്ള കാര്യം കൃത്യമായിട്ട് പറയാം. LDF സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ക്ഷാമം വരുന്ന സമയത്ത്, ബസ്സുകൾക്ക് ക്ഷാമം വരുന്ന സമയത്ത് ബസ്സുകൾ സ്വകാര്യ മേഖലയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ജനങ്ങൾക്കും ഒപ്പം തന്നെ ഗവൺമെന്റിനും വലിയ നഷ്ടം ഉണ്ടാക്കും, ഗംഭീര നഷ്ടം ഉണ്ടാക്കും എന്നതിനാൽ ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു UDF ഗവൺമെന്റ് വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത്, എല്ലാ ചിന്തകന്മാരും പറഞ്ഞിരുന്നത്, ഇവർ ഇതിനെ പരിപൂർണമായിട്ട് സ്വകാര്യവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ 10 രൂപയ്ക്ക് എവിടേക്കെങ്കിലും എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ആ 10 രൂപയ്ക്ക് പകരം 50 100 രൂപ നൽകേണ്ടി വരും. അതൊരു നിർബന്ധിതമായിട്ട് മാറും. കാരണം ഈ വേജൊക്കെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ആവില്ല. KSRTC എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യമാണ്. ഇതിനിടയ്ക്ക് വെറുതെ ഒന്ന് പറഞ്ഞു പോട്ടെ, കോഴിക്കോട് കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാനപ്പെട്ട ചില ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഡോക്ടേഴ്സ് ഇല്ലായിട്ടാണോ? അല്ല, അവിടെ അത് നടക്കുന്നില്ല. അപ്പോൾ ഇതാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് തന്നെ കേൾക്കാം. നടപ്പാക്കാൻ ശ്രമിക്കുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക നഷ്ടമുണ്ടായതോടെ ഉപേക്ഷിച്ച പദ്ധതി. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. സംസ്ഥാനത്താകെ KSRTCക്ക് ഏകദേശം 5300-ലധികം ബസ്സുകൾ ഉണ്ടെന്നാണ് KSRTCയുടെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇതിൽ 1917 ബസ്സുകളും ഈ സെപ്റ്റംബർ മാസത്തോടെ അതിന്റെ ഫിറ്റ്നസ് കാലാവധി അവസാനിക്കും. നേരത്തെ 2 തവണ കേന്ദ്ര നിയമത്തിൽ ഇളവ് തേടിക്കൊണ്ടാണ് ഈ ബസ്സുകളുടെ എല്ലാം തന്നെ ഫിറ്റ്നസ് പുതുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് ഇനിയും ബസ്സുകൾക്ക് ഫിറ്റ്നസ് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രാലയം ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ KSRTCയിൽ കടുത്ത, അതായത് ബസ്സുകളുടെ ഫിറ്റ്നസ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് പല ബസ്സുകളും. അപ്പൊ എന്താ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ പഴയ ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ ഇറക്കാൻ കഴിയണം. അതിന് മുൻകൂട്ടി നല്ല ധാരണ വേണം, ബോധം വേണം. അതിന്റെ ഭാഗമായിട്ട് പുതിയ ബസ്സുകൾ ഇറക്കണം. പക്ഷെ അതൊന്നും ഇറക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇവർ ആ പരിപാടിക്കൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെന്ത് വേണം? പ്രൈവറ്റായിട്ട് ബസ്സുകളൊക്കെ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുമോ എന്ന് വീണ്ടും കേന്ദ്രത്തോട് അപേക്ഷിക്കണം. കാരണം ഈ ബസ്സും വാഹനവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം അവിടെയാണ് കിടക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ആൾട്രേഷൻ എന്ന് പറഞ്ഞ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് കേരള ഗവൺമെന്റ് അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നൊക്കെ നമ്മളുള്ള ആളുകളൊക്കെ പറയാം. പക്ഷെ ആർക്കും ബോധ്യമായിരുന്നില്ല. ശരി, ഇനി ഇത് എന്നെ കേൾക്ക്. ബസ്സുകളുടെ ക്ഷാമം നേരിടാൻ പോകുന്ന ഒരു മാസങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ KSRTCയെ ഇത്തരം ഒരു നീക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിശദീകരണം. ഏതായാലും ഈ 600 ബസ്സുകൾ, അതായത് നോൺ AC ഡീസൽ ബസ്സുകളുടെ വിഭാഗത്തിൽ 600 ബസ്, അങ്ങനെ 600ഓളം ബസ്സുകൾ വാടകയ്ക്കെടുത്ത് നമ്മൾ ഓടും. അതിന്റെ ചെലവൊക്കെ എന്തൊക്കെയാന്നൊക്കെ നമ്മൾക്ക് ഇനി കണ്ടറിയേണ്ടി വരും. ഒപ്പം തന്നെ ഒരു ശമ്പളമില്ലായ്മയുടെ വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതുകൂടി കേട്ടിട്ട് പോവാന്നേ. സംസ്ഥാനത്തെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ശമ്പളം കിട്ടാതെ വലയുന്നു. ഡയറ്റിലെ 500-ലധികം ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളമില്ല. ഫയലിൽ തീരുമാനമെടുക്കാത്തതാണ്. 2 മാസമായിട്ട് ഡയറ്റിൽ അധ്യാപകർക്ക്, 500-ലധികം അധ്യാപകർക്ക് ശമ്പളമില്ല. 2 മാസമായിട്ട് ഇവർ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് അവസ്ഥ എന്നൊക്കെ ബാക്കി നിങ്ങളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമാണ്. ഇനി ഒപ്പം തന്നെ സ്കൂളുകളുടെ അന്നം മുറ്റാൻ പോകുന്നു. നമ്മുടെ കുട്ടികൾ നോക്കിക്കോളൂ, രാവിലെ അവിടെ പോയാൽ മതി, ഉച്ചയ്ക്കുള്ള ഊണ്. ചില സ്കൂളുകൾ രാവിലെ പോലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി, ദോശ, പുട്ട് എന്നീ ഭക്ഷണമൊക്കെ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ചില ഗവൺമെന്റ് സ്കൂൾ ഉച്ചയ്ക്കാണ്. ഇടയ്ക്ക് നല്ല ബിരിയാണി, എന്തായാലും ആഴ്ചയിൽ 1 തവണയെങ്കിലും ബിരിയാണി ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിയോ മറ്റോ. അല്ലാത്ത ദിവസം നല്ല സാമ്പാറും കറികളൊക്കെ ആയിട്ട് നല്ല ഊണ് പിള്ളേർ കഴിക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ ഒരു പ്രത്യേകത അതാണ് സുഹൃത്തുക്കളെ.
അത് നിൽക്കാൻ പോകണു. ഞാൻ അങ്ങനെ അലറി വിളിച്ചൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട എന്തിന്. അപ്പോൾ എൻ്റെ സുഹൃത്ത് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു അന്നവും മുട്ടാൻ പോകുന്നു. ഞാൻ പറയുന്നില്ല, റിപ്പോർട്ട് കേൾക്കൂ. പാചകവാതകത്തിന് പുറമെ മുട്ടയ്ക്കും പാലിനും വില കൂടിയതോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിൽ. നിലവിലെ സർക്കാർ നൽകി വരുന്ന തുക കൊണ്ട് മുന്നോട്ടു പോകാൻ സ്കൂളുകൾ കഴിയുന്നില്ല. മാസം തോറും കൃത്യമായ പണം ലഭിക്കാത്തതും അധ്യാപകർക്ക് ആശങ്കയാണ്. മലപ്പുറം പൂന്നിയാർകുറിശി LP സ്കൂളിലെ അധ്യാപകർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവച്ചു. അത് കേൾക്കാം. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ പങ്കുവെച്ചത് കേൾക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ പുറത്തേക്ക് പോയിട്ടൊന്ന് കോഴിമുട്ടയ്ക്ക് എത്ര രൂപ വില? 8 രൂപയാണ്. 8 രൂപ. നാടൻ കോഴിമുട്ടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ 8 രൂപയ്ക്ക് കിട്ടിയിരുന്നത്. മറ്റേ കോഴിമുട്ട 5 രൂപ, 4.50, 5 രൂപ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിരുന്ന കോഴിമുട്ടയ്ക്ക് ഇന്നലൊക്കെ വില 8 രൂപയാണ്. ചിലയിടത്ത് 8.50 കൊടുക്കണം. മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരു മുട്ടയുടെ വില. 42 രൂപയ്ക്കും മറ്റും കിട്ടിയിരുന്ന പഞ്ചസാരയ്ക്ക് 48ഉം 50 രൂപയ്ക്കാണ് ഇപ്പോൾ കിട്ടുന്നത്. എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില കൂടിയിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ എൻ്റെ പ്രിയപ്പെട്ട VD സതീശൻ ഗവൺമെൻറ് നടത്തണം. ഇനി ഓണമാണ് വരാൻ പോകുന്നത്. പച്ചക്കറികൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്. ഒരു വസ്തു പോലും നേരുമ്പോൾ നമുക്ക് വാങ്ങിച്ചൊരു നല്ല സദ്യ കഴിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ അങ്ങനെയുള്ള അതിൽ ഒരിടപെടൽ പോലും നടത്തുന്നില്ല. ഇവിടുത്തെ അധ്യാപകർ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ കുട്ടികൾക്ക് അത്രയും നല്ല ഭക്ഷണം നൽകണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യമാണ് ആ ബോർഡിലുള്ളത്. പക്ഷേ ഈ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കുട്ടികൾക്ക് ഈ ഭക്ഷണം നൽകാൻ വളരെയധികം അധ്യാപകരവിടെ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പാലിന്റെ വില ഈ പറഞ്ഞ് കുറച്ചായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പാലിന്റെ വില നമുക്ക് 1 ലിറ്ററിന് 52 രൂപ വെച്ചിട്ടാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. നമുക്ക് പിന്നെ 60 രൂപ വെച്ചിട്ട് ചെലവ് വരുന്നുണ്ട്. അതേപോലെ മുട്ടയ്ക്കാണെങ്കിൽ 6 രൂപ വെച്ചിട്ടാണ്, ഒരു മുട്ടയ്ക്ക് 6 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഏകദേശം ഇപ്പോൾ മുട്ടയുടെ വില ഒന്നും കൂടെ കൂടി 7.5 പോയി ഇപ്പോൾ 8 വരെ എത്തി. അപ്പോൾ ആ ചെലവിലാണ്, അതിനുള്ള ഒരു ചെലവ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്യാസിനിപ്പോൾ വില കൂടി. ഗ്യാസിനിപ്പോൾ ഒരു കുറ്റിക്ക് മനസ്സിലായില്ലേ? ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെ വില കൂടി സർവ്വ മേഖലയിലും ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊന്നും ഒരു തരത്തിലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നർത്ഥം. ഇനി മുതൽ കുട്ടികൾക്ക് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഭക്ഷണം ഉണ്ടാകുമോ എന്നടക്കം സംശയമായിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഇതിങ്ങനെ വിട്ടുപോകുമല്ലോ. ചിരിയുടെ ഒരു നല്ല ഭംഗിയുള്ള ചിരിയുടെ മറവിൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നുണ്ട്. ബൈ.